Hello dear students, welcome to second lecture of single entry accounting. The first lecture we discussed the concept of single entry, meaning, characteristics, advantages, limitations, and what is the difference between single entry and double entry. The second lecture we are going to discuss the methods of calculating the profit and loss under the single entry system, an accounting treatment as per the statement of affairs method. Okay, this is the important contents of the second lecture. That's how to ascertain the profit and loss under single entry system. What are the methods relating to single entry? And one of the important methods, statement of affairs method. Okay, this is the contents of the single entry. Okay, once again, what is the single entry system? The single entry means it's like an accounting system that we are recording recording only the cash and the personal transaction. That's the single entry system. And we are discussing methods of calculating the profit and loss under single entry system. എങ്ങനെയാണ് പ്രോഫിറ്റും ലോസും സിംഗിൾ എൻട്രിയിൽ കണ്ടുപിടിക്കേണ്ടത്? ശ്രദ്ധിക്കുക, രണ്ട് മെത്തേഡുകളാണ് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓർ നെറ്റ്വർത്ത് മെത്തേഡ് എന്ന് പറയും. ആൻഡ് അനദർ വൺ ഈസ് എ കൺവേർഷൻ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ സിംഗിൾ എൻട്രി പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യാറ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓർ നെറ്റ്വർത്ത് മെത്തേഡ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ കൺവേർഷൻ മെത്തേഡ്. The lecture we are discussing the statement of affairs method. ഈ മെത്തേഡ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ലെക്ചർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ പ്രോഫിറ്റ് ലോസും കണ്ടുപിടിക്കണം, സിംഗിൾ എൻട്രിയിലത്തെ കണ്ടുപിടിക്കണം. ഓക്കെ, ലിസൺ, പ്രോഫിറ്റ് ലോസും കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡുകളുണ്ട്. വൺ ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓർ നെറ്റ്വർത്ത് മെത്തേഡ്, അനദർ വൺ ഈസ് എ കൺവേർഷൻ മെത്തേഡ്. എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ കൂടെ നമ്മൾ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കണം എന്നാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, വാട്ട് ഇസ് സ്റ്റേറ്റ്മെന്റ് അഫയേഴ്സ് മെത്തേഡ്? A statement of affairs is prepared at the beginning and at the end of the financial year. That means we are preparing the statement of affairs at the beginning and the end, business organization, to get the sense of the opening and the closing capital. Opening capital and closing capital കണ്ടുപിടിക്കുക. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സുകൾ ഉണ്ടാക്കണം. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്സും പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുക. There are two sections in statement of affairs. One is the left section of the current liability and right section of the current assets. an opening and closing capital. നമുക്കറിയാം ഇവിടെ സാധാരണ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറയാൻ പാടില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ബാലൻസ് ഷീറ്റ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലയബിലിറ്റീസും റൈറ്റ് ഹാൻഡ് സൈഡ് അസറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു എപ്പോഴും നമുക്കൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യണം, ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്സും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ലോസും ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ആൻഡ് ഹിയർ ദിസ് എ ഫോർമാറ്റ്. ഇതാണ് നോർമൽ ആയിട്ട് ഫോർമാറ്റ്. ദ നോർമൽ ഫോർമാറ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രോഫിറ്റ് ലോസും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ കണ്ടുപിടിച്ച ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് ക്ലോസിംഗ് ക്യാപിറ്റൽ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് ആഡ് കിട്ടുന്ന എമൗണ്ട് നോട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കും. തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ പലപ്പോഴും തരില്ല. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. എമൗണ്ട് എത്ര വരും നോക്കാം. ഇനി അതിൻ്റെ കൂടെ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ആ ടോട്ടൽ നിന്ന് കുറയ്ക്കണം. പിന്നെ എന്ത് ചെയ്യണം? അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും ലെസ് ചെയ്യണം. ക്ലോസിംഗ് ക്യാപിറ്റലും ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഇയർ. അതിനെ പറയുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞ് ആ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞ് കിട്ടുന്നതിനെ പറയുന്ന പേരാണ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ ഓർ ദ ട്രേഡിംഗ് പ്രോഫിറ്റ്. നമ്മൾ ട്രേഡ് പ്രോഫിറ്റ് എന്ന് പറയില്ലേ, അതുപോലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ആ ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എക്സാക്ട് നെറ്റ് പ്രോഫിറ്റ്. ഇത് പ്ലസ് ഫിഗർ ആണ് വരുന്നെങ്കിൽ പ്രോഫിറ്റും, മൈനസ് ഫിഗർ ആണ് വരുന്നെങ്കിൽ ലോസ് ആണ് പറയാം. പ്ലസ് ഫിഗർ ആണ് നമുക്ക് വരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ ശ്രദ്ധിക്കും. മൈനസ് ഫിഗർ ആണ് വരുന്നെങ്കിൽ നമ്മൾ ലോസ് എന്നാണ് പറയാം. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ബാലൻസ്, ദാറ്റ് മീൻസ് ദ ഫൈനൽ ബാലൻസ് പ്ലസ് ആണെങ്കിൽ അതിനെ പറയാം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ദെൻ മൈനസ് ആണെങ്കിൽ അതിനെ പറയാം ലോസ് എന്നാണ് പറയാം. നോർമലി പ്രോഫിറ്റ് ആണ് അധികം വരാറ്, ലോസുകൾ അധികം വരാറില്ല പ്രോബ്ലത്തിൽ. ഇനി മൈനസ് ആണ് വരുന്നെങ്കിൽ അത് നമ്മൾ ലോസ് എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫേസിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് നമ്മൾ പിന്നെ അവിടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നമുക്ക് അവിടെ കിട്ടും.
പിന്നെ നമ്മൾ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റലിനെ ലെസ് ചെയ്യണം. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനെ പറഞ്ഞ പേരാണ് നമ്മൾ പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ ഓർ ട്രേഡിംഗ് പ്രോഫിറ്റ്. ട്രേഡിംഗ് പ്രോഫിറ്റ് അവിടെ നമുക്ക് ലഭിക്കും. ആ ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതെല്ലാം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ എന്ത് നെറ്റ് പ്രോഫിറ്റ്. ഇതെല്ലാം നമുക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന തന്നെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയാം. അപ്പം ഇതാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി പലപ്പോഴും നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളത് കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം, ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമ്മൾ കണ്ടുപിടിക്കുന്നത്? Okay, listen, and this is a calculation of the opening capital. That means opening capital കണ്ടുപിടിക്കുന്ന ശ്രദ്ധിക്കുക, തുടക്കത്തിലുള്ള ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഇവിടെ അസറ്റ്സുകൾ ഉണ്ടായിരിക്കും, ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ഫിഗേഴ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. നമുക്കറിയാം നോർമലി ലയബിലിറ്റി സൈഡ് ഉണ്ടായിരിക്കും, അസറ്റ് സൈഡിന്. അപ്പോൾ അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് ഓപ്പണിംഗ് അസറ്റുകളായിട്ട് വരുന്നത് ശ്രദ്ധിക്കുക. ബേസ്ഡ് ഓൺ ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ആയിട്ട് വരുന്ന അസറ്റുകൾ ഉണ്ടായിരിക്കും. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സാലറി, അങ്ങനെ എന്ത് അസറ്റ് ആയിക്കോട്ടെ, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ഫർണിച്ചർ, മെഷീനറി, പ്രീപെയ്ഡ്, ലോൺ ടു മിസ്റ്റർ എ, അതർ അസറ്റ്സ്, ഇങ്ങനെ ഒരുപാട് അസറ്റ്സുകൾ ഉണ്ടായിരിക്കും. ആ അസറ്റ്സുകൾ മുഴുവൻ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുള്ള അസറ്റ്സുകൾ മുഴുവൻ നമ്മൾ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമ്മൾ ബേസ് ചെയ്യുന്നത് ഓപ്പണിംഗ് ഫിഗേഴ്സുകളെയാണ്. അപ്പോൾ ഓപ്പണിംഗ് ഫിഗേഴ്സുകൾ വെച്ചിട്ടുള്ള എല്ലാ എമൗണ്ടുകളും നിങ്ങൾ അസറ്റ് സൈഡിൽ എഴുതുക. അതുപോലെ ലയബിലിറ്റി സൈഡിൽ സൺഡേ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ്, ദ ലോൺ ഫ്രം എ മിസ്റ്റർ എ, അതേഴ്സ്, എന്തൊക്കെ അതർ ലയബിലിറ്റീസ് ഉണ്ടോ ആ ലയബിലിറ്റീസ് മുഴുവൻ എഴുതും. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ കുറവ് വരുന്നുണ്ടായിരുന്നു. ഈ വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. അത് ബാലൻസ് ഫിഗർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ അസറ്റ്സുകളും എഴുതി, ലയബിലിറ്റീസ് എഴുതി, അതിൻ്റെ ഷോർട്ടേജ് കണ്ടുപിടിക്കുന്നു. ആ ഷോർട്ടേജിനെ നമ്മൾ എന്ത് പറയുക ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് പാടുള്ളൂ. ശ്രദ്ധിക്കുക, നീഡ് നോട്ട് കെയർ അഡ്ജസ്റ്റ്മെന്റ്. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റ്മെന്റിലെ ക്വസ്റ്റൻ അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കലും നമ്മൾ എടുക്കരുത്, അവിടെ ക്വസ്റ്റിൽ കിടന്നോട്ടെ. ഓൾ ഫിഗേഴ്സ് ടേക്ക് ഫ്രം ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ഇയറിന്റെ ബാലൻസുകളാണ് മാത്രമേ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് ഇയറിന്റെ ബാലൻസുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ അസറ്റുകൾ ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്, എന്തൊക്കെ ലയബിലിറ്റീസ് ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്, അത് എഴുതി അതിന്റെ ബാലൻസ് ഐഡന്റിഫൈ ചെയ്യുക. ആ ഷോർട്ടേജ് വരുന്ന ബാലൻസ് ആയിരിക്കുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ദെൻ ഹൗ ടു ഫൈൻഡ് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അതേ ലോജിക്ക് തന്നെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്ലോസിംഗ് ബാലൻസുകൾക്കാണ് ഇമ്പോർട്ടൻസ്. അവിടെ ഓപ്പണിംഗ് ബാലൻസുകൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് വെച്ചുകൊണ്ടാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഇപ്പോൾ അസറ്റ്സുകൾ ഉണ്ടായിരിക്കും, ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. എല്ലാ അസറ്റ്സുകളും ലയബിലിറ്റി ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും. ആ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ക്ലോസിംഗ് ബാലൻസിൽ റെക്കോർഡ് ചെയ്ത് ദെൻ അതുപോലെ ക്ലോസിംഗ് അസറ്റ്സുകൾ റെക്കോർഡ് ചെയ്യുന്നു, ക്ലോസിംഗ് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്യുന്നു. ആ വരുന്ന ബാലൻസ് ഷോർട്ടേജ് ആയിരിക്കും നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ നോർമലി ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓപ്പണിംഗ് ഫിഗേഴ്സുകൾ, ഓപ്പണിംഗ് ആയിട്ടുള്ള അസറ്റ്സുകൾ എഴുതി, ലയബിലിറ്റീസുകളുടെ ഓപ്പണിംഗ് എഴുതി, ആ ഷോർട്ടേജ് ആയിരിക്കും ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരുന്നു. ഇവിടെ ക്ലോസിംഗ് ആയിട്ട് വരുന്ന അസറ്റ്സുകൾ എഴുതുന്നു, ദെൻ അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ലയബിലിറ്റീസ് എഴുതുന്നു, അതിനുശേഷം അതിൻ്റെ ബാലൻസ് എടുക്കുന്നു. ആ ഷോർട്ടേജ് ഓഫ് ബാലൻസ് ആണ് ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് മാറുന്നത്. സെയിം അഡ്ജസ്റ്റ്മെന്റ്സ് തന്നെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. നീഡ് നോട്ട് കെയർ ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒരിക്കലും ഇവിടെ കൺസിഡർ ചെയ്യരുത്. ഓൾ ഫിഗേഴ്സ് ടേക്കൻ ഫ്രം ദ ക്ലോസിംഗ് ഇയർ ബാലൻസ്, എല്ലാ ഫിഗേഴ്സും എടുക്കേണ്ട ക്ലോസിംഗ് ഇയറിൽ നിന്നാണ്. ക്യാരി ഫോർവേഡ് ഫിക്സഡ് അസറ്റ്, ലോങ് ടൈം ലയബിലിറ്റീസ് ഇഫ് ഇറ്റ് ഇസ് നെസസറി. ചില സിറ്റുവേഷനിൽ എന്തെങ്കിലും അസറ്റ്സ് ഓപ്പണിംഗ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളത് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞിട്ടെങ്കിൽ മാത്രം വളരെ റൈറ്റ് സിറ്റുവേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ആ ക്ലോസിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഒക്കെ. പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടണം, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടണം. ക്ലോസിംഗ് ക്യാപിറ്റലിന് കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം, ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറയ്ക്കണം, അഡീഷണൽ ക്യാപിറ്റൽ കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടുക. അതിൽ നിന്ന് ലെസ് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ, ഇൻട്രസ്റ്റ് ഇത് കുറച്ച് കഴിഞ്ഞാലാണ് നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും, ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും, ഓപ്പണിംഗ് ബാലൻസുകളെ ബേസ്ഡ് കൊണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ആയിട്ട് വരുന്ന അസറ്റുകളും ഓപ്പണിംഗ് ആയിട്ട് വരുന്ന ലയബിലിറ്റീസിനും നമ്മൾ മെഷർ ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ആ ബാലൻസ് എടുക്കുന്നു. ആ മിസ്സിംഗ് ഫിഗർ ആണ് അതിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് മാറും. ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ അതായത് അസറ്റിന് ലയബിലിറ്റി ക്ലോസിംഗ് ഫിഗേഴ്സ് എത്തുന്നു. ആ ബാലൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ബാലൻസ് ആയിരിക്കും അവിടുത്തെ ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണത്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. ആൻഡ് ദെൻ ഫോമാറ്റ്. നമ്മൾ സാധാരണ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റിന് അപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. എന്ത് മാറ്റമാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ കാണാനായിട്ട് സാധിക്കും? സപ്പോസ് ഇത് റിലേറ്റഡ് പാർട്ട്ണർഷിപ്പ് ഫേംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രോഫിറ്റ് ചെറിയൊരു മാറ്റം സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റലോ
കറണ്ട് ക്യാപിറ്റൽ ഐഡന്റിഫൈ ചെയ്യണം. ശ്രദ്ധിക്കുക, ആദ്യം ചെയ്ത് കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഓർ കറന്റ് ക്യാപിറ്റൽ. ഇവിടെ കറന്റ് ക്യാപിറ്റലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഐഡന്റിഫൈ ചെയ്യുക. ആഡ് കമ്പൈൻഡ് ഡ്രോയിങ്സ്, സെയിം കാര്യങ്ങൾ തന്നെ. കമ്പൈൻഡിന് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് കമ്പൈൻഡിനെയാണ് ഇമ്പോർട്ടൻസ്. കമ്പൈൻഡ് ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗറുകൾ അതിൻ്റെ കൂടെ കമ്പൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓർ കറന്റ് ക്യാപിറ്റൽ, കമ്പൈൻഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ക്യാപിറ്റലോ കറന്റ് ക്യാപിറ്റലോ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ലെസ് ചെയ്യും. അവിടെ വെറും ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരുന്നു, നോക്കി ഇങ്ങനെ കാണാൻ സാധിക്കും. വെറും ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരുന്നു സാധാരണ നോർമൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ വരുന്നത്. പക്ഷെ സാധാരണ ഇതിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതും, അതിന്റെ കൂടെ കമ്പൈൻഡ് ഡ്രോയിങ്സ്, ദെൻ ലെസ് കമ്പൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ദെൻ ലെസ് കമ്പൈൻഡ് അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് കൂടെ നമ്മൾ ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതൊക്കെ നമ്മൾ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. നമുക്ക് സാധാരണ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇനി അപ്രോപ്രിയേഷൻസ് നമുക്ക് നോർമലി പല അപ്രോപ്രിയേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഏതൊരു സ്ഥലത്തെ കാണിക്കേണ്ടി വരുള്ളൂ. സാലറി ഓഫ് ദ പാർട്ട്നേഴ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ, ഇങ്ങനെ അങ്ങനെ അപ്രോപ്രിയേഷൻസ് നമ്മൾ ലെസ് ചെയ്യുക. ദെൻ ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം കിട്ടുന്നതായിരിക്കും നമുക്ക് നോർമലി ഡിവിസിബിൾ പ്രോഫിറ്റ്. അതാണ് പാർട്ട്ണർഷിപ്പിൽ അവൈലബിൾ ആവുന്ന ഡിവിസിബിൾ പ്രോഫിറ്റ്, ഡിവൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ ക്യാപിറ്റൽ ഓർ ദ പ്രോഫിറ്റ്. അത് ക്യാപിറ്റലിന്റെയോ പ്രോഫിറ്റ് റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോമാറ്റാണ് നോർമലി നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ഇവിടെ കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റലോ കറന്റ് ക്യാപിറ്റൽ ഐഡന്റിഫൈ ചെയ്യുന്നു. അത് ആഡ് കമ്പൈൻഡ് ഡ്രോയിങ്സ്, then less combined opening capital, less combined additional capital, there's a profit, then less depreciation, bad debt, provision for the bad debt, interest on capital, the കുറച്ച് net profit കിട്ടും. then appropriations ഉണ്ടെങ്കിൽ salary to partners, interest on capital, so ഇവിടെ എവിടെയെങ്കിലും സ്ഥലത്ത് interest on capital കാണിച്ചാൽ മതി. ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ദെൻ അതിനുശേഷം കിട്ടുന്നതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യണം, ഒന്നെങ്കിൽ ക്യാപിറ്റലിന്റെയോ പ്രോഫിറ്റ് റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക പാർട്ട്നേഴ്സിന്. ഇതാണ് സാധാരണഗതിയിൽ പാർട്ട്ണർഷിപ്പ് ഫേംസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ സാധാരണഗതിയിൽ ഫോർമാറ്റ് എഴുതുമ്പോൾ കമ്പൈൻഡ് ക്യാപിറ്റൽസിനെയാണ്, ഓപ്പണിംഗ് ക്യാപിറ്റലിനും ക്ലോസിംഗ് ക്യാപിറ്റലിനാണ് ഇമ്പോർട്ടൻസ് വരാം. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്, ഇഫ് ദ ബാലൻസ് കറന്റ് അക്കൗണ്ട് ഷോൺ. ഇപ്പോൾ കറന്റ് അക്കൗണ്ടിലെ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് കിടക്കുന്നത്, അതിന്റെ അർത്ഥം നെഗറ്റീവ് ബാലൻസ് എന്നാണ്. If the balance in the current account shown the credit side, അതിന്റെ അർത്ഥം നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും. If the balance in the current account shown in the debit side, that means അത് പോസിറ്റീവ് ബാലൻസ് ആയിരിക്കും. The importance given to the current account when it is specified in the question. Normally ഇനി ക്വസ്റ്റ്യനിൽ കറന്റ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കറന്റ് അക്കൗണ്ടിന് തന്നെയാണ്. ഈ 3 നോട്ട്സ് ശ്രദ്ധിക്കണം. കറന്റ് അക്കൗണ്ട് ഷോൺ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്, അർത്ഥം നെഗറ്റീവ് ബാലൻസ് ആണ്. കറന്റ് അക്കൗണ്ട് ഷോൺ ദ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ അർത്ഥം പോസിറ്റീവ് ബാലൻസ് ആണ്. If the importance given to the current account when it is specified in the question, അത് സ്പെസിഫൈ ചെയ്യുന്നതിനൊക്കെ കറന്റ് അക്കൗണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഇതാണ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഫോമാറ്റ്. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഫോമാറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കമ്പൈൻഡ് ക്യാപിറ്റലും ആണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ, then add combined drawings, less combined opening capital, less combined additional capital, there's a profit, then less depreciation, bad debt, provision for the bad debt, interest on capital, then net profit. Then ഇവിടെ ലെസ് അപ്രോപ്രിയേഷൻ, സാലറി, ദ പാർട്ട്നേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ദ ഡിവിസിബിൾ പ്രോഫിറ്റ്. അതാണ് നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് വരുന്നത്. ഡിവിസിബിൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന ക്യാപിറ്റലിന്റെയും പ്രോഫിറ്റിന്റെയും റേഷ്യോയിലായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ എവിടെയെങ്കിലും ഒരു സൈഡിൽ നമുക്ക് കാണിക്കേണ്ടതായിട്ട് നോർമലി വരാറുള്ളൂ. എവിടെയെങ്കിലും ഒരു സൈഡിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കേണ്ടതായിട്ട് വരുന്നത്. ഡിപ്പെൻസ് അപ്പോൺ ദ ക്വസ്റ്റൻ ആണ്. ഈ 3 നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് നെഗറ്റീവ് ബാലൻസ് ആണ്. കറന്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് പോസിറ്റീവ് ബാലൻസ് ആയിരിക്കും. That means the importance given to the current account when it is specified in the question. Okay, this is the format of the profit and loss under the partnership formula in the format. Okay, then what are the points to be noted at the time of the preparation of the statement of affairs? പിന്നെ അത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം. Most cases the cash book is prepared. Cash and bank balance can be taken. Cash book and bank balance prepare ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. The bank balance of the bank can be verified with the shown in the bank passbook. ബാങ്ക് അക്കൗണ്ടിന്റെ എമൗണ്ട് ബാങ്കിന്റെ പാസ്ബുക്ക് വെച്ച് നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പ്രിപ്പയർ ദ ലിസ്റ്റ് ഓഫ് സൺട്രി ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സിന് ക്രെഡിറ്റേഴ്സിന് ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അസെറ്റ് ആൻഡ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് ഒറിജിനൽ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് ഡിപ്രീസിയേഷൻസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ദെൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഷുഡ് ബി അസൈൻഡ് ഓൺ ദ ബേസ് ഓഫ് ദ ഇൻവോയ്സ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. All outstanding expenses, income received advance should be also provided in the statement of affairs. The excess of the asset over the liability should be found out of the final statement of affairs. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞു
ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓപ്പണിംഗ് അസറ്റുകളും ഓപ്പണിംഗ് ലയബിലിറ്റീസ് യൂസ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് അസറ്റുകളും ക്ലോസിംഗ് ലയബിലിറ്റീസ് യൂസ് കിട്ടുന്നതായിരിക്കും നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണത്. ഓക്കെ, ലെറ്റ് മീ കൺക്ലൂഡ്. ദ ഫസ്റ്റ് വി ഡിസ്കസ് ദ ഹൗ ടു പ്രിപ്പയർ ദ പ്രോഫിറ്റ്. എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്? രണ്ട് മെത്തേഡാണ് നമ്മൾ സാധാരണ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും രണ്ട് കൺവേർഷൻ മെത്തേഡാണ്. ഈ ലെക്ചറിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയറുള്ള നോർമൽ ഫോർമാറ്റ് ആണത്. നിങ്ങൾ ആദ്യം കണ്ടുപിടുന്ന ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്, പിന്നെ ഡ്രോയിങ്സ്, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുക. ട്രേഡിംഗ് പ്രോഫിറ്റ് ആണ്. അതിന് ബാഡ് ഡെറ്റ്, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ, അത് കുറച്ച് കിട്ടുന്നതായിരിക്കും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറയാം, എങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസുകൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ഓപ്പണിംഗ് ബാലൻസുകളുള്ള അസറ്റുകളും ഓപ്പണിംഗ് ബാലൻസുകളുള്ള ലയബിലിറ്റീസ് എഴുതി ആ കിട്ടുന്ന ഷോർട്ടേജ് ആയിരിക്കും നിങ്ങളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്ത് ഓൾ ഫിഗേഴ്സ് ഓപ്പണിംഗ് ഇയറിന്റെ മാത്രം എടുക്കാൻ പാടുള്ളൂ. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമ്മൾ ക്ലോസിംഗ് ബാലൻസുകളാണ് ബേസ് ചെയ്യുക. ഓരോ അസറ്റുകളുടെ ക്ലോസിംഗ് ബാലൻസുകൾ, ദെൻ എല്ലാ ലയബിലിറ്റീസ് ക്ലോസിംഗ് ബാലൻസുകൾ, ആ ഷോർട്ടേജ് വരുന്നതായിരിക്കും നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആവശ്യമായിട്ട് വരുന്ന അസറ്റും ലയബിലിറ്റികൾ ഫോർവേഡ് ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ് എടുക്കാൻ പാടില്ല. നീഡ് നോട്ട് കെയർ അഡ്ജസ്റ്റ്മെന്റ് ഓൾ ഫിഗേഴ്സ് ടേക്കൻ ഫ്രം ദ ക്ലോസിംഗ് ഇയർ ബാലൻസ്. ക്ലോസിംഗ് ഇയറിന് ബാലൻസുകൾ എടുക്കണം. എന്നിട്ടാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ്, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. ഇനി പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ വരുമ്പോൾ അവിടെ കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റലാണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാൻ സാധിക്കും. കമ്പൈൻഡ് ഡ്രോയിങ്സ്, കമ്പൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, കമ്പൈൻഡ് അഡീഷണൽ ക്യാപിറ്റൽ. അതിനുശേഷം സാധാരണ നോർമൽ ചെയ്യുന്ന ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ കുറയ്ക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്രോപ്രിയേഷൻ, സാലറി ഓൺ പാർട്ട്നേഴ്സ്, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഏതൊരു സ്ഥലത്ത് മാത്രമേ വരുള്ളൂ. ദെൻ ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും ഡിവിസിബിൾ പ്രോഫിറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ കറന്റ് അക്കൗണ്ടിലേക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കറന്റ് അക്കൗണ്ട് ഷോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് അതിന്റെ അർത്ഥം നെഗറ്റീവ് ബാലൻസ് ആണ്. കറന്റ് അക്കൗണ്ട് ഷോൺ ദ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ അർത്ഥം പോസിറ്റീവ് ബാലൻസ് ആയിരിക്കും. ഈ കറന്റ് അക്കൗണ്ടിൽ സ്പെസിഫൈ ചെയ്തെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ സിറ്റുവേഷൻ നമ്മൾ പ്രോഫിറ്റ് ലോസ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾക്കാണ് ഇമ്പോർട്ടൻസ്. സ്റ്റേറ്റ്മെന്റ്സുകൾ വെച്ചുകൊണ്ട് പ്രോഫിറ്റ് ലോസും ഐഡന്റിഫൈ ചെയ്യണം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദീസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, ഡെപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യണം, ക്യാഷും ബാങ്ക് ബാലൻസ് പ്രിപ്പയർ ചെയ്യണം, അസറ്റുകൾ ഏതൊക്കെയാണെന്ന് വെരിഫൈ ചെയ്യണം, സ്റ്റോക്ക് ഇൻ ട്രേഡ് കാൽക്കുലേറ്റ് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിൽ നിന്ന് ഐഡന്റിഫൈ ശ്രമിക്കണം, എക്സസ് അസറ്റ് ലയബിലിറ്റി നമ്മൾ പറഞ്ഞു. ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് അസറ്റുകൾ കൂടുതലും ഓപ്പണിംഗ് ലയബിലിറ്റീസ് കുറവായിരിക്കും. അപ്പോൾ ആ ഷോർട്ടേജ് ആയിരിക്കും ഓപ്പണിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് അസറ്റുകൾ കൂടുതൽ, ക്ലോസിംഗ് ലയബിലിറ്റി കുറവാണെങ്കിൽ അവിടെ വരുന്നതായിരിക്കും അതിന്റെ ഷോർട്ടേജ് ആയിരിക്കും ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പം അങ്ങനെയാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽസ് ഐഡന്റിഫൈ ചെയ്യണത്. Okay, this lecture is purely relating with the statement of affairs. Statement of affairs method, how to identify the profit and loss. We are preparing the statements regarding the opening capital, closing capital, and addition drawings, interest on capitals, and finally we getting the net profit. So there is a rule for the preparing the profit or loss under the statement of affairs method. Okay, anyway, thank you so much, and thank you for watching me.